തർക്കം വേണ്ട. ക്ഷേത്ര ചടങ്ങ് നടത്താൻ പോയിരിക്കുന്നവർ എപ്പോഴാ വന്ന് കയറുക എന്ന് പറയാൻ പറ്റില്ല. ഗൂഢാലോചനകൾ മണത്തറിയുന്നതിൽ ഏട്ടനൊരു പ്രത്യേക സിദ്ധി തന്നെയുണ്ട്. ആ എന്ന് വെച്ചാ മിണ്ടാതിരിക്കുക അല്ലേ ചെറിയച്ച? ഇനിയിപ്പോ നാളെ മൈലാഞ്ചി കല്യാണം, അത് കഴിഞ്ഞ വിവാഹത്തിനുള്ള ദിവസമായി. പിന്നെ എല്ലാവർക്കും ചേർന്ന് അവളെ സ്വീകരിച്ച് അകത്തേക്ക് കയറ്റാം. സമയം കുറവേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. പക്ഷെ അത്രയും സമയമുണ്ടല്ലോ എന്ന് വിശ്വസിക്കുമ്പോഴാണ് പ്രവർത്തിക്കാനുള്ള ഊർജം കൂടുക. അതെ, ഒരു കാര്യം ഞാൻ പറയാം. വല്യച്ഛനെയും മുത്തശ്ശിയും വിളിച്ച് ഇതുപോലെ ഇരുന്ന് 4 വർത്താനം പറഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെന്താ, നിന്റെ കയ്യിൽ മാർഗമുണ്ടോ? എന്നെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വിവാഹം ഞാൻ മുടക്കിത്തരാം. എങ്ങനെ? ദേവനാരായണൻ തിരുമേനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ വിവാഹം മുടങ്ങില്ലേ? അങ്ങനെ മുടങ്ങിയ അത് കുറച്ചു കാലത്തേക്കൊന്നും ആയിരിക്കില്ലല്ലോ. പിന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് പലതും മാറ്റിമറിക്കാൻ നമുക്ക് പറ്റും. വേണ്ട, ആരെയും അപകടപ്പെടുത്തുന്നൊന്നും നമുക്ക് ചിന്തിക്കണ്ട. അതെങ്ങാനും ഏട്ടൻ കണ്ടുപിടിച്ച എന്നേക്കുമായി പുറത്തിറങ്ങണം ഇവിടുന്ന് നമ്മള്. അതിന് പകൽ വെളിച്ചത്തിലല്ലല്ലോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുന്നത്. പ്രഭാത പൂജയ്ക്ക് തിരുമേനി പുറപ്പെടുന്നത് വെളുപ്പിനെ, അത്താഴ പൂജ കഴിഞ്ഞ് മടങ്ങുന്നത് കൂരിരുട്ടുള്ള രാത്രിയിലും. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതും നമ്മുടെ കണക്കിൽ വരില്ല. ഗൗതം, എല്ലാ കാര്യവും തല്ലിയും കൊന്നും തീർക്കാമെന്നാണ് നിന്റെ പോളിസി. അതെല്ലായിടത്തും വിലപ്പോവില്ല. നാളത്തെ മഞ്ഞൾ കല്യാണ ചടങ്ങുകൾ മുടങ്ങുന്ന രീതിയിൽ ഒരു തടസ്സമുണ്ടാവണം. അങ്ങനെ വന്നാൽ അമ്മ അതിന്റെ നിമിത്തം നോക്കും. ഏട്ടനും ഏട്ടത്തിയെല്ലാം അതിനെ അനുകൂലിക്കും. ചെറിയച്ഛൻ പറഞ്ഞത് ശരിയാ. നാളെ മഞ്ഞൾ കല്യാണത്തിന് മണ്ഡപത്തില് അവൾ എത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. തീരുമാനിച്ചു വെച്ചിരിക്കുന്നതൊക്കെ മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥയുണ്ടാവും. പക്ഷേ അതെങ്ങനെ പറ്റും? ഈ മഞ്ഞൾ കല്യാണത്തിന് നിങ്ങൾ സ്ത്രീകൾ മാത്രമല്ലേ പോകുന്നത്? സ്ത്രീകൾ മാത്രമാ പോകാൻ തീരുമാനം. പക്ഷേ എങ്ങനെയെങ്കിലും ഏട്ടൻ ഞങ്ങളുടെ കൂടെ വരണം. ചെറിയച്ഛൻ അവിടെ തന്നെ ഉണ്ടാവുമെങ്കിൽ എനിക്ക് വിശ്വാസം. പേടിക്കണ്ട, നാളെ നിങ്ങൾ പുറപ്പെടുമ്പോ കൂടെ ഞാനും ഉണ്ടാവും. അതിനുള്ള കാരണങ്ങൾ ഞാൻ ഉണ്ടാക്കിക്കോളാം. വീട്ടിൽ വിളിച്ച് പറഞ്ഞുവെങ്കിൽ അതിന് മാറ്റമൊന്നുമില്ലെന്ന് അവരോട് പറഞ്ഞോളൂ. ഈ വിവാഹം നടക്കില്ല, നടക്കാൻ നമ്മൾ സമ്മതിക്കില്ല. വരുണിന്റെ ഭാര്യയായി ഒരുത്തി ഈ വീടിന്റെ പടി കടന്ന് വരുമെങ്കിൽ അത് നിന്റെ അനിയത്തി തന്നെയായിരിക്കും. എനിക്ക് പ്രതീക്ഷയുണ്ട്. അഥവാ എന്തെങ്കിലും കാരണവശാൽ അത് നടക്കാതെ വന്ന ഇവിടെ കയറി വരുന്നവൾക്ക് ഒരു പടുമരണം സംഭവിക്കും. അതിന് ഞാൻ മടിക്കില്ല. പറഞ്ഞത് സത്യമാ. ഓരോ നിമിഷവും മൈലാഞ്ചിയുടെ നിറം കൂടിക്കൂടി വരിക അല്ലേ യശോദേ? അതെ അമ്മേ, ഇപ്പൊ വല്ലാത്ത തെളിച്ചം. ആ, അതിന്റെ ലക്ഷണവും പറഞ്ഞല്ലോ. ദീർഘസുമംഗലി യോഗമാണ് എന്നുവച്ചാ പ്രിയങ്കമോളുടെ കാര്യത്തിൽ ഇനി നമുക്ക് പേടിക്കണ്ടെന്ന്. ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ മുത്തശ്ശി. ഇരിക്കു കുട്ടി, ഇതിന് ഇനിയും തിളക്കം കൂടുവോന്ന് നോക്കാമല്ലോ. ഞാനത് ഇടയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചാ പോരെ? മോളെ രാധികേ, അച്ഛന് കാപ്പി എടുത്തോ? ആ ദാ വരുന്നു അമ്മേ.
അവര് പോകാൻ ഇറങ്ങുമ്പോ അവിടുത്തെ മുത്തശ്ശി നിന്നെ അന്വേഷിച്ചിരുന്നു. എവിടെയായിരുന്നു നീ? കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിലുണ്ടായിരുന്നു. നിക്കടി അവിടെ. നിന്റെ കൈയൊന്ന് നീട്ടിയേ. എന്തിനാ അമ്മേ? എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൈ നീട്ടടി. ഇതാരാ നിന്റെ കയ്യിൽ വരച്ചത്? ഓടി ഇങ്ങോട്ട്. മോളെ എഴുന്നേറ്റ്. കണ്ടില്ലേ യശോദേ? നന്മ മാത്രം ചെയ്യാൻ അറിയാവുന്ന നിങ്ങളുടെ മോള് കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എന്തായിരുന്നു ഇവളുടെ ഉദ്ദേശമെന്ന് അച്ഛനും അമ്മയൊന്ന് ചോദിച്ചു നോക്ക്. ചടങ്ങ് നടക്കുമ്പോ ആ പരിസരത്ത് കാണരുതെന്ന് ഞാൻ ഇവളോട് താക്കീത് ചെയ്തതാ. അതിനുള്ള പകരം വീട്ടിലാ ഇവളീ ചെയ്തത്. എവിടുന്നാടി നിനക്ക് ഈ മൈലാഞ്ചി? ആരാ ഇത് വരച്ചത്? മുത്തശ്ശി ചോദിച്ചത് കേട്ടില്ലേ മോളെ? ഇവള് പറയില്ല. എങ്ങനെ പറയും? പ്രിയങ്കയ്ക്ക് ഈ ആലോചന വന്ന നിമിഷം മുതല് ഇതെങ്ങനെയാ മുടക്കേണ്ടതെന്ന് നോക്കി നടക്കാ ഇവള്. കണിമംഗലത്തുനിന്ന് വന്നവര് ഇവളുടെ കയ്യിൽ ഇത് കണ്ടിരുന്നെങ്കിലോ? ആ നിമിഷം എല്ലാം അവസാനിക്കുമായിരുന്നില്ലേ? അറിയാതെ ചെയ്തു പോയതാവും അമ്മേ. അതങ്ങ് വിട്ടേക്ക്. വിട്ടുകൊടുത്താലേ നാളെ ഇവള് പ്രിയങ്കയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലില്ലാന്ന് ഉറപ്പുണ്ടോ നിനക്ക്? മടിക്കില്ലടാ. കാരണം നിന്നോടായാലും നിന്റെ ഭാര്യയോടായാലും ഇവിടെയുള്ള ആരോടായിരുന്നാലും ഇവൾക്ക് രക്തബന്ധമില്ല. ഉമ്മ പിഴച്ചതുകൊണ്ടാണല്ലോ ഇവളെ വലിച്ചെറിഞ്ഞത്. അങ്ങനെ ഒരുത്തിക്ക് ഉള്ളിന്റെ ഉള്ളിൽ വേറെ എന്ത് തോന്നലുണ്ടാവാനാ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അങ്ങോട്ട് കല്യാണം വരെയുള്ള ചടങ്ങുകളില് നിന്റെ നിഴൽവട്ടം കണ്ടുപോയാ നിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇറങ്ങി പോയി നാശം പിടിച്ചവളെ. ഇത് പോരാ നിങ്ങൾക്ക്. ഇതിനേക്കാൾ വലിയ വെട്ട് തന്നെ നിങ്ങളുടെ നെഞ്ചത്ത് കിട്ടണം. അപ്പോഴേ അവളെ കൊണ്ടുവന്ന് വളർത്തിയതിന്റെ പുണ്യം പൂർത്തിയാവും. ഇന്ന് കോളേജിൽ പോകുന്നത് വേണമെങ്കിൽ ഒഴിവാക്കി കൂടി എന്ന് അച്ഛൻ ചോദിച്ചു.
ഇന്ന് ക്ലാസ് അവസാനിക്കുക. എല്ലാവരെയും അവസാനമായി കാണാൻ പറ്റുന്നത് ഇന്നാ. കോളേജ് നടക്കുന്ന പ്രോഗ്രാമും ഇന്നാ അവസാനിക്കുന്നത്. എല്ലാരും കൂടെ തീരുമാനിച്ച് അത് മുടക്കുവോ? നിർബന്ധാണെങ്കി പൊയ്ക്കോ. പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചെത്തിയാ മതി. ഞാൻ അവിടുന്ന് കൂട്ടുകാരെയും കൂട്ടി ടൂറ് പോകാനൊന്നും പോകുന്നില്ല. ആ, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. ഉം. ഇന്നല്ലേ കോളേജിലെ പ്രോഗ്രാം അവസാനിക്കുന്നത്? ഇന്ന് ശ്യാമ മാഡം പങ്കെടുക്കുന്നുണ്ടോ? അവരെന്താ ഞങ്ങളുടെ കോളേജിൽ പഠിക്കാണോ? നിത്യേനെ അവിടെ വന്നു പോവാൻ. അല്ല, ചെലപ്പോ വന്നാലോ? വന്നാലെന്താ? അതെ, എനിക്കൊന്ന് കാണുന്നുണ്ടായിരുന്നു. ശ്യാമ മാഡത്തിന്റെ പാട്ട് കേൾക്കണമെന്നുണ്ട്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? കോളേജിൽ പുറത്തുനിന്ന് ആരെയും കേറ്റില്ല. പ്രിയ, ഇനി ഇങ്ങനൊരു അവസരം എനിക്ക് ഇനി എപ്പോ കിട്ടാനാ? നീ വിചാരിച്ചാ നടക്കില്ലേ? എന്താ ഇപ്പൊ അവരെ കാണാഞ്ഞിട്ട്? എനിക്ക് റിസ്ക് എടുക്കാൻ ഒന്നും പറ്റില്ല. അച്ഛാ, ചേച്ചി ഒരു നിസ്സാര കാര്യമല്ലേ പറഞ്ഞത്? ഒന്ന് കൊണ്ടുപോകുന്നതിൽ എന്താ മോളെ? അച്ഛാ, അല്ല, ശ്യാമ മാഡം ഉണ്ടെങ്കിലും ഞാൻ നിൽക്കൂ. അവരനുവദിച്ചില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് പാട്ട് കേട്ടോളാം. ഇതിൽ കൂടുതൽ ഒരാളെ എങ്ങനെ അപേക്ഷിക്കുക കുട്ടി? ചേച്ചി ചോദിച്ച കാര്യമല്ലേ? ഇങ്ങനെ ഒരു അവസരം രാധമോക്ക് ഇനി എന്ന് കിട്ടാൻ? എങ്കിൽ ശരി, വരുന്നെങ്കിൽ വന്നോട്ടെ. പക്ഷെ പുറത്ത് നിൽക്കേണ്ടി വരുമ്പോ കരയാനൊന്നും നിൽക്കരുത്. ഞാനോ കരയാനോ? ശേഷേ, നീ പ്രിൻസിപ്പാളിനോട് പറഞ്ഞ പ്രിൻസിപ്പാൾ സമ്മതിക്കില്ലേ? അല്ലെങ്കിൽ കോളേജിൽ നീ എന്തോ വലിയ സംഭവമാണെന്ന് പറയാറുണ്ടല്ലോ. പ്രിൻസിപ്പാളിനെയും സാറന്മാരെയും വരച്ച വരല് നിർത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിലെ ഒരു നിസാര കാര്യത്തിന് സംസാരിക്കാൻ പറ്റില്ലേ? അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ? അവള് വേറെ ഒരിടത്തും അങ്ങനെ പോകാറില്ലല്ലോ. ആശിച്ചതല്ലേ, ഒന്ന് കൂട്ടിക്കൊണ്ടു പോ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഒന്ന് ശ്രമിച്ചു നോക്കും മോളെ, നടക്കും. എങ്കിൽ ശരി, ഒരു 5 മിനിറ്റ്. 5 മിനിറ്റിനുള്ളിൽ റെഡി ആയിട്ട് വരാമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം. അല്ലെങ്കിൽ ഞാനങ്ങ് പോവും. എനിക്ക് 5 മിനിറ്റ് ഒന്നും വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ വരാം. കണ്ടില്ലേ നിന്റെ ചേച്ചിയുടെ ഒരു സന്തോഷം? ഇപ്പൊ ആ സന്തോഷത്തിന്റെ കാരണക്കാരി നീയാണ്. അതുപോലെ നിന്റെ മനസ്സിന് തൃപ്തി കിട്ടാൻ. വാ, ഭക്ഷണം കഴിക്കാം. സ്മിത, ശ്യാമ മേഡം വരുമ്പോ ആ കുട്ടികളാരെയും ഇങ്ങോട്ട് കടത്തി വിടരുതേ. എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാം പറഞ്ഞിട്ടുണ്ട് മാഡം. എന്നാലും ശ്രദ്ധിക്കണം. ഒരുപാട് ബുദ്ധിമുട്ടിട്ടാ ശ്യാമേടത്തിനെ വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതൊന്നും കുട്ടികൾക്കറിയില്ല. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെൽക്കം മാഡം. അതെന്താ ഇവിടെ? ഇന്ന് അക്കാഡമിക് ഇയറിന്റെ അവസാന ദിവസമാണ്. കുട്ടികൾക്ക് അവരുടെ ആഘോഷത്തിന് അവസരം കൊടുത്തതാ. മാഡം ടെൻഷൻ ആവണ്ട, അവരാരും മാഡത്തെ ബുദ്ധിമുട്ടിക്കാൻ ഇങ്ങോട്ട് വരില്ല. അവര് ചിരിച്ചുല്ലസിക്കട്ടെ. ഈ പ്രായത്തിൽ ഇതുണ്ടാവും. കുറച്ചുനാൾ കഴിയുമ്പോൾ തലയിലും മനസ്സിലും ഭാരങ്ങൾ കൂടാൻ തുടങ്ങും. അപ്പോൾ ജീവിതത്തിന്റെ നിറങ്ങൾ പതുക്കെ പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. നിറങ്ങളോട് കൂടി കുട്ടികളെ കാണാനാണ് എനിക്കിഷ്ടം. മാം, പിന്നെ ചോദിക്കാൻ ഒരവസരം കിട്ടിയില്ലെങ്കിലോ? ഒന്ന് ചോദിച്ചോട്ടെ? എന്താ? മാമിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അധികം ആർക്കും അറിഞ്ഞൂടാ. ഇത്രയും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് മാം എങ്ങനെയാ കടന്നു വന്നത്? കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഉള്ളൊരു ബാല്യമായിരുന്നു എൻ്റേത്. ഇങ്ങനൊരു നിലയിലെത്തുന്നു
കുട്ടികളുടെ ചോദ്യത്തിന് മുമ്പിൽ ദാ ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. പിന്നെ എല്ലാം ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം. അതിർത്തികളില്ലാതെ നമ്മളെ എടുത്തുയർത്താൻ ദൈവത്തിന് മാത്രമല്ലേ കഴിയൂ. എൻ്റെ അച്ഛനൊരു അമ്പലവാസിയായിരുന്നു. ഞാൻ പാട്ട് കേട്ടും അതിനെ ആരാധിച്ചു നടന്നപ്പോൾ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ നിന്നു. എന്നെ ഒരു കരയിലെത്തിക്കാൻ വേണ്ടി അച്ഛനെ കൊണ്ട് ആവും വിധം തുഴഞ്ഞു. പിന്നെ എൻ്റെ ഭർത്താവ് അഖിൽ സാർ. ഒരു കലാകാരിക്ക് കുടുംബജീവിതത്തിൽ നിന്ന് എന്ത് സപ്പോർട്ടാണോ കിട്ടേണ്ടതെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു എൻ്റെ അഖിൽ സാർ. ഇപ്പോ അഖിൽ സാർ എൻ്റെ കൂടെയില്ല. പക്ഷെ ഓരോ വരി ഞാൻ പാടുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് മനസ്സുകൊണ്ട് അനുവാദം ചോദിക്കാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു എൻ്റെ അഖിൽ സാർ. ഇനി മതി ശ്യാമേ, നമുക്ക് പോവാം. വാ. വാ, വരൂ വരൂ മാഡം. എന്താ മാഡം നിങ്ങളുടെ സ്റ്റുഡൻസ് കാണിച്ചു വെച്ചത്? ഇങ്ങനെയാണോ ശ്യാമ ഇവിടുത്തെ ഫംഗ്ഷന് പങ്കെടുക്കേണ്ടത്? അടുത്തേക്ക് പോലും വരില്ലെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? വാ ശ്യാമേ, നമുക്ക് തിരിച്ചു പോകാം. ഇതാണോ നിങ്ങളുടെ ഡിസിപ്ലിൻ? ഇങ്ങനെയാണോ ഒരു ചീഫ് ഗസ്റ്റിന് കൊടുക്കുന്ന സ്വീകരണം? ഈ അവസ്ഥയിൽ എന്തായാലും ശ്യാമയ്ക്ക് ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല. വാ. കുട്ടികൾ അറിയാതെ ചെയ്തല്ലേ, സാരമില്ല. തുള്ളിക്കളിക്കുന്ന പ്രായം നിങ്ങളുടേത്. കുറച്ചു നേരത്തേക്ക് ആ കൂട്ടത്തിൽ ഞാനും കൂടിയെന്ന് കൂട്ടിയാൽ മതി. താങ്ക് യു മാം. ഞങ്ങളുടെ കുട്ടികളോട് ഈ മഹാമനസ്കത കാണിച്ചല്ലോ. വരൂ മാം. അതെ ചേച്ചി, ഞാനൊന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം. ചേച്ചി ഇവിടെ നിൽക്കുന്നതിന് പ്രിൻസിപ്പളിന്റെ അനുവാദം വേണം. അദ്ദേഹം സമ്മതിക്കില്ലേ? ശ്യാമ മാഡത്തിനെ കാണാതെ ഞാൻ പോവേണ്ടി വരുമോ? ഞാൻ പോയി സംസാരിച്ച് നോക്കട്ടെ. ചേച്ചി ഇവിടെ നിൽക്ക്. ഓക്കെ. ശരത്, അരമണിക്കൂറിനുള്ളിൽ നിനക്ക് സിറ്റിയിലെത്താൻ പറ്റുമോ? ഞാൻ കോളേജിലാ. എന്താ കാര്യം? എടി, നമ്മുടെ പടത്തിലെ ഹീറോയെ ഫിക്സ് ചെയ്തു. ഹീറോ ഹീറോയിൻ കോമ്പിനേഷൻ നോക്കണമെന്ന് പറഞ്ഞു. ഡയറക്ടർ സാർ എന്നെ ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. അവര് വെയിറ്റിംഗിലാ. അയ്യോ ശരത്തെ, ഞാൻ ഇപ്പൊ വരുമെന്ന് പറഞ്ഞ. ഇതാ തന്റെ കുഴപ്പം. കല്യാണത്തിന് മുമ്പ് കാര്യങ്ങൾ ശരിയാക്കണമെന്ന് പറഞ്ഞ് ഓടി നടന്ന് ഞാൻ അതെല്ലാം ശരിയാക്കി. ഇപ്പൊ ഡയറക്ടർ വെയിറ്റ് ചെയ്യുന്നു, ഹീറോ വെയിറ്റ് ചെയ്യുന്നു, എന്നിട്ട് തനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. എടോ, ഇങ്ങനൊരു ചാൻസ് നോക്കി എത്ര ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാമോ? എന്താ തന്റെ സിനിമാ മോഹമൊക്കെ അവസാനിച്ചോ? കല്യാണം കഴിഞ്ഞ് ഏതെങ്കിലും ബെഡ്റൂമിൽ ഒതുക്കിക്കോളാന്ന് വിചാരിച്ചോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇങ്ങോട്ടാ വരണ്ടേ? സിറ്റിയിലേക്കാ. ഹോട്ടൽ ക്ലാസിക് അവന്യൂല് വന്നാൽ മതി. ഞാനിവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ, അതിൽ കൂടുതൽ എടുക്കരുത്. ഹീറോയോ ഡയറക്ടറോ എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു ചാൻസ് തന്റെ മുന്നിലില്ല. അതും കൂടി താൻ ഓർത്തോണം. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം ശരത്. അരമണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തും.
ഓക്കെ മതി